നമസ്കാരം. പതിരും കതിരും. ജീമൂതൻ എന്നു പേരുള്ള ഒരു മല്ലനുണ്ട് കീചകവധത്തിൽ. അവനതാ എല്ലാവരോടുമായി ഗുസ്തി പിടിക്കുന്നു. വിരാടത്തിൽ ഭീമൻ ഒളിച്ചു താമസിക്കുന്ന കാലം തടിമിടുക്കുള്ളവരെയെല്ലാം രാജാവ് ക്ഷണിച്ചു ജീമൂതനോട് മല്ലയുദ്ധം നടത്താൻ. ഇതിനിടയിൽ രാജാവിൻ്റെ നോട്ടം ഒളിച്ചു താമസിക്കുന്ന ഭീമനിലെത്തി. ഈ വല്ലവൻ പറ്റുമായിരിക്കും. രാജാവ് ഭീമൻ്റെ പെരുത്ത ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, കുറച്ചു നേരം പിടിച്ചു നിന്നാൽ മതി, പിന്നെ തോൽവി പറഞ്ഞ് ഇറങ്ങിപ്പോന്നുള്ളൂ. ഈ രംഗമോർത്തു പോയത് വിരാടരാജനെ പോലെ MA ബേബി പിണറായി വിജയനെ നായകനാക്കിയത് കണ്ടപ്പോഴാണ്. അത് കേട്ട് പിണറായി ദയനീയമായി ബേബിയെ ഒന്ന് നോക്കി. അപ്പോൾ ബേബി പറഞ്ഞു, കുറച്ചു നേരം പിടിച്ചു നിന്നാൽ മതി, പിന്നെ തോൽവി പറഞ്ഞ് ഇറങ്ങിപ്പോന്നുള്ളൂ. ശരിയാണ്, തെരഞ്ഞെടുപ്പിന് 2 മാസമേ ഉള്ളൂ. ഈ 2 മാസം കൂടി പരമാവധി പിടിച്ചു നിൽക്കൂ പിണറായി, പിന്നെ തോൽവി പറഞ്ഞ് ഇറങ്ങിപ്പോന്നുകൊള്ളൂ. തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കുന്ന ജനം യവനമുറയിലാണ് പിണറായിക്കെതിരെ നീങ്ങുക എന്ന് ബേബി സാറിനറിയാം. യവനമുറയിലാകുമ്പോൾ കാക്കേണ്ടത് കണങ്കാലാണ്, വീഴ്ത്തുന്നത് നനച്ചിരിക്കാതെയായിരിക്കും. ഇപ്പോൾ തന്നെ ജനം മുഷ്ടിയുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. കരുത്ത് മുഴുവൻ കൈകളിലേക്ക് ആവാഹിക്കുകയാണവർ. പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവിൽ സേതുബന്ധനോദ്യോഗം എന്തടോ എന്ന ചോദ്യം പോലെ ബേബിയോടും ഒന്ന് ചോദിക്കാനുണ്ട്. ബേബി പറയുകയാണ് പാർട്ടി തിരുത്തും, തിരിച്ചു വരും എന്നൊക്കെ. അപ്പോൾ തിരുത്തേണ്ടത് ചിലതുണ്ടെന്ന് ബേബി സാറിനറിയാം. ഇത്രയും നാൾ എന്താ തിരുത്താഞ്ഞത് എന്ന് ചോദിച്ചാൽ തുടയ്ക്കാൻ തൊടറബ്ബർ കിട്ടിയില്ല. എല്ലാം കടപുഴകി ഒലിച്ചു പോയതൊന്നും ബേബി സാർ അറിഞ്ഞിട്ടേ ഇല്ല. കഴിഞ്ഞ 9 വർഷം 9 മാസത്തെ ഭരണത്തിനിടയിൽ ബേബി എന്തൊക്കെയാണ് തിരുത്തിച്ചത്? വിജയമുണ്ടായാൽ ഭരണ നേതൃത്വം ഏതു തരത്തിൽ വേണമെന്ന് പാർട്ടി തീരുമാനിക്കും പോലും. അപ്പോഴക്കാര്യത്തിലും യാതൊരു തീരുമാനവുമായിട്ടില്ല. പരീക്ഷ എഴുതാൻ നേരത്ത് പപ്പും പൂടയും വരച്ചു വെച്ചിട്ട് ജയം പ്രതീക്ഷിക്കുന്ന പരീക്ഷാർത്ഥിയെ പോലെയാണല്ലോ ഈ ബേബി സാറിൻ്റെ ഒരു കാര്യം. പാർട്ടിയല്ല, എല്ലാം പിണറായി തീരുമാനിക്കുമെന്ന് പറയുക. പിണറായി എന്തിനെയെല്ലാം നയിച്ചാൽ പറ്റും. പാർട്ടിയെ നയിക്കണം, മന്ത്രിസഭ നയിക്കണം, സർക്കാരിനെ നയിക്കണം, നാടിനു വേണ്ടി കടമെടുക്കണം. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണിത്. 90-ാം വയസ്സിലും പിണറായി വിജയൻ ആരോഗ്യത്തോടെ ഇറങ്ങി നടന്നില്ലെങ്കിൽ പിന്നെ ബേബിയെ ആര് നയിക്കും? ബ്രിഡ്ജാസിനെ പിണറായി വിജയൻ പാലമാക്കിയതും PM ശ്രീ ഒപ്പിട്ടത് വല്ലതും ബേബി സാർ അറിഞ്ഞായിരുന്നോ? പാർട്ടിയെ തിരുത്താനും നിയന്ത്രിക്കാനും പരിമിതിയുണ്ടോ എന്ന ചോദ്യത്തിന് ബേബി സഖാവ് പറയുന്നത് അതൊക്കെ കനകൊല്ലു ആഖ്യാനമാണെന്നാണ്. ഇപ്പോഴെന്തു പറഞ്ഞാലും CPMകാർക്ക് പറയാനുള്ളത് കനകൊലുവിനെ പറ്റിയാണ്. പാർട്ടിയെ അനുസരിക്കാത്ത, അംഗീകരിക്കാത്ത ഒരാൾക്ക് ഇത്ര വലിയ പദവികളിലൊക്കെ എത്താൻ കഴിയുമോ എന്നാണ് ബേബി സാർ പിണറായിയെപ്പറ്റി ചോദിക്കുന്നത്. ബേബി അപ്പോൾ അരിയാഹാരമാണോ, കുഴിമന്തിയാണോ, അതോ ഗോതമ്പ് കഞ്ഞിയാണോ കുടിക്കുന്നതെന്ന് ജനത്തിന് സംശയമുണ്ടാകും. പക്ഷേ നെല്ലരിച്ചോറുണ്ടെന്ന സകല മനുഷ്യർക്കും അറിയാം പിണറായിയാണ് പാർട്ടിയെന്ന്. കൊല്ലുവാൻ ധരിക്കുന്നൊരൻ കയ്യാൽ നല്ല അനുഗ്രഹ നാട്യങ്ങൾ കാട്ടിയെന്ന മട്ടിൽ ഭരിക്കുന്ന പിണറായി വിജയനോട് കാൽനഖം വല്ലാതെ വളർന്നു എന്ന് പറയാനുള്ള ശക്തി പോലും ഈ പ്രാക്കുളം ബേബി നയിക്കുന്ന PBക്കും കുഞ്ഞിരാമന്മാരുടെ സംസ്ഥാന കമ്മിറ്റിക്കും കഴിയില്ല. ഇതാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പാർട്ടി എന്ന സങ്കല്പമൊക്കെ മാർക്സിസത്തിലേ ഉള്ളൂ. പിണറായിസത്തിൽ പാർട്ടി വെറും പഴഞ്ചാക്കിന് സമമാണ്. 80 വയസ്സുള്ളൊരു മനുഷ്യനെ മുമ്പിൽ നിർത്തി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയൊക്കെ എന്തൊരു കോമഡിയാണെന്ന് നോക്കണേ. പേരിന് പോലും ഒരു VS ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ് ഇത്. കമ്മ്യൂണിസം എന്ന മൂല്യത്തിൻ്റെ ഒരംശം പോലും കേരളത്തിൽ ബാക്കിയില്ല. ശരിയായി തിരുത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തുമത്രേ. അങ്ങനെ ചെന്നാൽ അവർ അംഗീകരിക്കും പോലും. ഇത്രയും കാലം ചെയ്തു കൂട്ടിയ ദുഷ്കൃത്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട് സാർ. അവർ തിരുത്താൻ ചൂലെടുക്കാതിരുന്നാൽ ഭാഗ്യം. എന്തായാലും ബേബി സാർ വീട് കയറാനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ദേശീയ സെക്രട്ടറി വീട് കയറാൻ വന്നേ എന്ന് പറഞ്ഞ് ജനം ആർത്തു ചിരിക്കും. സാറിന് എന്തുവാ പണിയെന്ന് അവർ ചോദിക്കും. കാരണം ഈ ദേശീയ സെക്രട്ടറിയുടെ ഉപയോഗം ഈ പാർട്ടിക്കും നാടിനും എന്താണെന്ന് അവർ സംശയത്തിലാണ്. ദേശീയ കാര്യങ്ങളിൽ മാത്രം മിണ്ടുന്ന പുള്ളി തെറ്റുതിരുത്താൻ വരുന്നത് കണ്ടാൽ പോയി പിണറായിയോട് പറ എന്ന് ജനം പറയും. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയനെ നായകനാക്കി മുമ്പിൽ നിർത്തി ബേബി സാർ മുങ്ങും. 500-ാം മുതലാളി കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന മക്കളെയും കൊണ്ട് വഴക്കിന് പോകുന്ന പോലെ പിണറായി പിന്നെയും വടിയും കുത്തി വരികയാണ്. 500-ാനല്ല, ഏത്1000-ന്റെ മോൻ വന്നാലും ഇനി ഇവിടെ ഒന്നും നടക്കില്ലെന്ന് ജനം അങ്ങോട്ട് പറയും.